കോളറ പേടിയിൽ തലസ്ഥാനം ജാഗ്രതയിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മാത്രം 4 പേർക്കാണ് തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചത്. ഇതോടെ അതീവ ജാഗ്രതയിലാണ് തലസ്ഥാനം. നെയ്യാറ്റിൻകരയിലെ ശ്രീകാരുണ്യ ഹോസ്റ്റലിലെ അന്തേവാസികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് കോളറ ബാധിച്ചവരുടെ എണ്ണം 12ആയി ഉയർന്നു. ഇതിൽ 11 പേരും നെയ്യാറ്റിൻകരയിലെ ഹോസ്റ്റലിലെ അന്തേവാസികളാണ്. കോളറയുടെ ഉറവിടം കണ്ടെത്താനാകാത്തത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നു. കേരളത്തിൽ പകർച്ചപ്പനി പടരുകയാണ്. ഇന്നലെ മാത്രം 12,204 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. 11 പേർ മരണപ്പെട്ടു. 4 പേർ എലിപ്പനി ബാധിച്ചാണ് മരിച്ചത്. പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും കാസർഗോഡ് ജില്ലയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുകയാണ് എന്ന് റിപ്പോർട്ടുണ്ട്. 78 ഡോക്ടർമാരുടെ കുറവാണ് ജില്ലയിലുള്ളത്. ജില്ലാ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും RMOമാരില്ല. 22 സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ തസ്തികയും ഒഴിഞ്ഞുകിടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ 323 ഡോക്ടർമാരുടെ തസ്തികയാണുള്ളത്. 3 തവണയായി 75 ഡോക്ടർമാരുടെ ഒഴിവിലേക്ക് PSC നിയമന ഉത്തരവ് നൽകിയെങ്കിലും 33 പേർ മാത്രമാണ് എത്തിയത്. ഇവരിൽ 30 പേരും PG കോഴ്സിനും മറ്റുമായി അവധിയിൽ പോയി. നിലവിലുള്ള ഡോക്ടർമാർ അധിക സമയം ഡ്യൂട്ടി എടുത്താണ് OPയിലും വാർഡിലുമുള്ള രോഗികളെ പരിശോധിക്കുന്നത്.